ജനജീവിതം ദുരിതക്കയമാക്കി ഭക്ഷ്യവില കുതിച്ചുയരുന്നു. പി തിലോത്തമൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. നിയമസഭയിൽ പ്രതിഷേധം, ഉടൻ പരിഹാരമെന്ന് മുഖ്യമന്ത്രി. പാചകവാതക വില കുത്തനെ കൂട്ടി കേന്ദ്രത്തിന്റെ പ്രഹരം. ഗാർഹിക സിലിണ്ടറിന് 85 രൂപ ഉയർത്തി. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. സംസ്ഥാനത്ത് അരിയുടെയും പച്ചക്കറിയുടെയും വില കുതിച്ചുയരുന്നു. ജയാരിയുടെ വില 50 രൂപയോട് അടുത്തു. ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരാത്തതാണ് വിലവർധനയ്ക്ക് കാരണമായി പറയുന്നത്. പച്ചക്കറി വിപണിയിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വലിയ വിലവർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെയാണ് പച്ചക്കറിയുടെ വില വലിയ തോതിൽ കൂടിയത്. വെണ്ടയ്ക്കും ബീൻസിനും പയറിനും 80 രൂപയായി. ഒരാഴ്ച മുമ്പ് വരെ വെണ്ടയ്ക്ക് 72ഉം പയറിന് 75 രൂപയുമായിരുന്നു വില. അവിടെ നിന്നുമാണ് 5 രൂപ മുതൽ 8 രൂപ വരെ വില കൂടിയത്. 40 രൂപയിൽ നിന്നാണ് ബീൻസിന്റെ വില കുതിച്ചുയർന്ന് 80 രൂപയിലെത്തിയത്. 20 രൂപയുണ്ടായിരുന്ന കൊത്തവരയുടെ വിലയിൽ 40 രൂപയുടെ വർധനവുണ്ടായി. നിലവിലെ വില 60 രൂപ. തക്കാളിക്കും ബീട്രൂട്ടിനും ക്യാരറ്റിനും 30 രൂപയാണ്. പച്ചമുളകിന്റെ വില 60. മുരിങ്ങക്കായുടെ വിലയും കൂടി. വരൾച്ചയെ തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതോടെ പച്ചക്കറിയുടെ വരവ് കുറഞ്ഞു. ഇതാണ് വിലവർധനവിന് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. പച്ചക്കറി മൊത്തമായിട്ട് വില കൂടി. സവാളയും മറ്റുള്ള സാധനത്തിന് മാത്രമേ വില കുറവുള്ളൂ. തക്കാളി, വെണ്ട, പയർ, ബീൻസ് ഇങ്ങനെയുള്ള സാധനമൊക്കെ വില കൂടിയുണ്ട്. പച്ചക്കറിക്ക് പുറമെ അരിവിലയിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ജയ, മട്ട അരി എന്നിവയുടെ വില 50 രൂപയോടടുത്തായി. ജയ അരിക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ 41 മുതൽ 45 രൂപ വരെ വരുമ്പോൾ റീറ്റെയിൽ മാർക്കറ്റിൽ 48 രൂപ നൽകണം. മട്ട അരി 44 മുതൽ 46 വരെ ഹോൾസെയിൽ വിലയും 49 രൂപ വരെ റീറ്റെയിൽ വിലയും നൽകണം. സുരേഖയുടെ വില 32 മുതൽ 36 വരെയാണ് ആയിരിക്കുന്നത്. ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരാത്തതാണ് ഇപ്പോഴുണ്ടായ വിലവർധനയ്ക്ക് കാരണമായി കച്ചവടക്കാർ പറയുന്നത്. നെല്ലില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരാഴ്ചയിൽ 3 റേക്കെങ്കിലും കൊല്ലം വാഗൺ വഴി വന്നുകൊണ്ടിരുന്ന അരി കഴിഞ്ഞ 3 മാസമായി ഒരു റേക്ക് പോലും വന്നിട്ടില്ല എന്നുള്ളത്. ചുരുങ്ങിയ മില്ലുകളിൽ ഈ നെല്ലുള്ളവർ ഓവർ വില പറയുന്നു. അത് ലോറി ലോഡായിട്ട് നമ്മൾ വാങ്ങി വെക്കുകയാണ്. അതും കിട്ടാൻ നിവർത്തിയില്ല. വടക്കൻ സംസ്ഥാനങ്ങളിൽ വരൾച്ച കൂടി ബാധിച്ചതോടെ ഉടനെങ്ങും അരിവില കുറയാൻ സാധ്യതയില്ലെന്നും കച്ചവടക്കാർ വിലയിരുത്തുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് അരി ലഭ്യമാക്കുമെന്ന വാഗ്ദാനം വേഗത്തിൽ നടപ്പായില്ലെങ്കിൽ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോഴിക്കോട് നിന്ന് ഷിതാ ജഗത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സേബ് സെനുലാബ്ദീൻ, മീഡിയ 1. അരിവിലക്കയറ്റത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. ഭക്ഷ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിലക്കയറ്റം തടയാൻ വിപണി ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേന്ദ്ര റേഷൻ വിഹിതത്തിലെ കുറവാണ് അരിവില കൂടാൻ കാരണമെന്ന് ഭക്ഷ്യമന്ത്രി വിശദീകരിച്ചു. അരിയുടെയും മറ്റു ഭക്ഷ്യവസ്തുക്കളുടെയും വില കുത്തനെ ഉയർന്നിട്ടും ഫലപ്രദമായി ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ എം ഉമർ ആരോപിച്ചു. സർ, അരി 28 രൂപയായിരുന്നു UDF ഗവൺമെന്റ് കാലത്ത്. 50 രൂപ. പഞ്ചസാര 36 രൂപയായിരുന്നു, 54 രൂപ. ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലുണ്ടായ വരൾച്ച, കേന്ദ്ര റേഷൻ വിഹിതത്തിലെ കുറവ് എന്നിവ അരി ലഭ്യതക്കുറവിനും വിലവർധനയ്ക്കും കാരണമായതായി ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ വിശദീകരിച്ചു. വിപണി ഇടപെടലിനായി 150 കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് 1000 മെട്രിക് ടൺ അരി ഉടൻ എത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആന്ധ്രയിലെ ഏറ്റവും മുന്തിയ ഇനം അരികളൊന്നായ ലളിത ബ്രാൻഡ് അരി 39 രൂപ 50 പൈസയ്ക്ക് 1000 മെട്രിക് ടൺ കരാർ ഉറപ്പിച്ചു. മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരായില്ല. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വെട്ടിക്കുറച്ച 2 ലക്ഷം മെട്രിക് ടൺ കേന്ദ്രവിഹിതം ലഭിക്കാനായി ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി കേന്ദ്രത്തെ സമീപിക്കാനും നിയമസഭയിലെ ചർച്ചയ്ക്കിടയിൽ ധാരണയായി. മീഡിയ 1 തിരുവനന്തപുരം. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ തൃപ്തികരമോ എന്ന് പരിശോധിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. അനൂപ് ജേക്കബ്, മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. CPM നേതാവും MLA-യുമായ രാജു എബ്രഹാമും ഉണ്ട് തിരുവനന്തപുരത്ത്. BJP നേതാവ് B രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം കോട്ടയത്ത് നിന്ന് ചർച്ചയിൽ ചേരും. ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മുൻ പ്രസിഡന്റ് NI വർഗീസ്, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ രാജു എബ്രഹാം, 5 വർഷത്തേക്ക് വിലക്കയറ്റമുണ്ടാകില്ല എന്നൊരു വാഗ്ദാനം ഇടത് സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നൽകിയിരുന്നു. അത് പാലിക്കാൻ തുടക്കത്തിൽ തന്നെ സാധിക്കാതെ വരുന്നുണ്ടോ സർക്കാരിന്? ആ വിധത്തിൽ വിപണിയിൽ ഇടപെടാൻ സാധിക്കാതെ പോകുന്നുണ്ടോ സർക്കാരിന്? ഗവൺമെൻറ് വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 10 മാസക്കാലമേ ആയിട്ടുള്ളൂ. അരിയുടെ വില വളരെ അവിചാരിതമായ ചില കാരണങ്ങളാലാണ് കൂടിയെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും ആന്ധ്രയിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ള ജയരി വാങ്ങുന്നത്. പക്ഷേ അതിനാണ് ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നത്.
അതിനോടൊപ്പമുള്ള മറ്റരികൾക്ക് താരതമ്യേന വിലക്കുറവാണ്. ജയ അരിയുടെ ഡിമാൻഡ് കണക്കിലെടുത്തുകൊണ്ട് ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ മാർക്കറ്റിലെ പൊതുവിതരണ മേഖലകളിൽ മാവേലി സ്റ്റോറുകളിലും ഏതാണ്ട് 25 രൂപയ്ക്ക് 1 കിലോ അരി കൊടുക്കാൻ വേണ്ടിയുള്ള സത്വര നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു. 39.5 രൂപയ്ക്ക് ആണ് ആന്ധ്ര ഇന്ന് അരി വാങ്ങുന്നത്. ഈ അരി സംസ്ഥാന സർക്കാർ പണം മുടക്കി സബ്സിഡി കൊടുത്തുകൊണ്ടാണ് 25 രൂപയ്ക്ക് വിൽക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡും അരിക്കടകൾ 2000 അരിക്കടകൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ അരിക്കടകളും 25 രൂപയ്ക്ക് അരി കൊടുത്തുകൊണ്ട് പ്രാവർത്തികമാകും. ഈ നിലയിൽ ഉള്ള ഇടപെടലാണ് പ്രധാനമായും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇത്രയും വലിയ ഒരു വിലവർധനവിന് ഇടയാക്കിയത് നമുക്കറിയാം. 2 ലക്ഷം മെട്രിക് ടൺ അരി നമ്മുടെ റേഷൻ കടകളിൽ ഇപ്പോൾ വിതരണം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല. ഭക്ഷ്യഭദ്രതാ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നൽകാതിരിക്കുന്നത്. അത് നൽകണം എന്ന് സംയുക്തമായി എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന് കേന്ദ്രത്തെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേരത്തെ പ്രധാനമന്ത്രിയെ കണ്ടും ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ നമ്മുടെ അഭ്യർത്ഥന കേന്ദ്രം മാനിച്ചില്ല. സംസ്ഥാന ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ നമുക്ക് അല്പം അവധി തരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം 2013 കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ നിഷേധം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. 4 വർഷക്കാലം നമുക്ക് ആ നിയമനിർമ്മാണം കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാശി 10 മാസം മാത്രമായ ഒരു ഇടത് സർക്കാരിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം ഒരു കാരണവശാലും ശരിയല്ല. നമ്മുടെ റേഷൻ കടകളിൽ അരി എത്തിയെങ്കിൽ മാത്രമേ പൊതുവിതരണത്തിലെ അരി വില നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയൂ. ശ്രീ രാജഗോപാൽ, നമ്മൾ അരിയുടെ കാര്യത്തിൽ മാത്രമല്ല വിലക്കയറ്റം നേരിടുന്നത്. ഇപ്പോൾ പച്ചക്കറിയുടെ കാര്യം എടുത്താൽ എല്ലാത്തിനും വലിയ തോതിലുള്ള വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ട്. അതിന് മറ്റു സംസ്ഥാനങ്ങളിലെ വരൾച്ച, അവിടെയുള്ള ഉൽപ്പാദനം കുറഞ്ഞത്, ഇതൊക്കെ ഒരു കാരണമാകാം. പക്ഷേ നമുക്ക് ഹോർട്ടികോർപ്പുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഇവ വഴിയൊന്നും വിപണിയിൽ ഇടപെടാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് ഒരു പരാജയമായി തന്നെ കാണേണ്ടി വരില്ലേ? അല്ല, ചില ഐറ്റങ്ങൾക്ക് നാമമാത്രമായ വില കുറഞ്ഞിട്ടുണ്ട്. പല സാധനങ്ങൾക്കും വില കൂടി നിൽക്കുകയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങ് പറഞ്ഞ ശരിയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഹോർട്ടിക്രോപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ വരൾച്ചയ്ക്ക്, കാരണം കേരളം കടുത്ത വരൾച്ചയെ നേരിടുകയാണ്, വലിയ പ്രതിസന്ധിയാണ് നമുക്കറിയാം. അത്തരം ഒരു നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഇത്തരം ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് പച്ചക്കറി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മറ്റ് സ്റ്റേറ്റുകളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. വരുന്ന ദിവസങ്ങളിൽ അക്കാര്യത്തിലും ഗവൺമെൻറ് ഇടപെടും. ആ നിലയിൽ ഗവൺമെൻറ് ജനങ്ങളോട് കാണിച്ച ആ ഉത്തരവാദിത്വം എത്ര പണം ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വില കുറച്ച് വരുന്ന ദിവസങ്ങളിൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ മടങ്ങിയെത്താം. ശ്രീ അനൂപ് ജേക്കബ്, ഇവിടെ അപ്രതീക്ഷിതമായ കാരണങ്ങളാലാണ് അരിയുടെ വില വർദ്ധിച്ചത് എന്നതാണ് വിശദീകരണം. ആന്ധ്രയിൽ നിന്ന് അരി എത്താത്തൊരു സാഹചര്യം, അങ്ങനെ പൊതുവിപണിയിൽ ആവശ്യത്തിന് അരിയില്ലാത്തൊരു സാഹചര്യം, ഈ ഘട്ടത്തിലാണ് വില വർദ്ധിച്ചത് എന്നാണ് വിശദീകരണം. ഇങ്ങനെ ഒരു സാഹചര്യം മാർക്കറ്റിൽ ഉണ്ടാകുന്നു എന്നത് മുൻകൂട്ടി അറിയാൻ, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നമ്മളൊരു കാര്യം പരിശോധിക്കേണ്ടത്, ഇപ്പോഴ് വളരെ ഒരു വലിയ ഷൂട്ടപ്പ് ഉണ്ടായി 2 ആഴ്ചക്കിടയിൽ. പക്ഷേ ജൂൺ മാസം മുതലുള്ള ഇതിൻ്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രേഖ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ജൂൺ മാസം മുതൽ അരിയുടെ വിപണി വില വർദ്ധിക്കുകയാണ്. അത് ഒരു ആനുപാതികമായ വർധനവ് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒറ്റയടിക്കാണ് 10 രൂപയുടെ വർധനവ് വന്നതും വലിയ ഒരു വിലക്കയറ്റത്തിലേക്ക് എത്തിയതും മാധ്യമങ്ങൾ ചർച്ചയിലേക്ക് പോയതും വലിയ വിഷയങ്ങളിലേക്ക് പോയതും. അപ്പോൾ ഇത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഇതുണ്ട്. ഇപ്പോൾ ഈ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമുള്ള വിഷയമാണ് ഗവൺമെൻറ് പറയുന്നതെങ്കിൽ അത് ഈ നവംബറിന് ശേഷമാണല്ലോ വരേണ്ടത്. ഇപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ വരൾച്ചയില്ല, ഇവിടെ റേഷൻ ലഭ്യമായിക്കൊണ്ടിരുന്നു സെപ്റ്റംബർ മാസം വരെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അന്നും വർധനവുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വർധന ഷൂട്ടപ്പ് ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് മുൻകൂട്ടി ആ വിഷയത്തെ കണ്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്.
പിന്നെ ഇവിടെ നവംബർ ഡിസംബർ മാസത്തിൽ നമുക്ക് പൊതുവിതരണത്തിലുള്ള റേഷൻ അരി മുടങ്ങി. അത് കിട്ടാൻ പറ്റാത്ത സാഹചര്യം, അട്ടിക്കൂലി തർക്കവുമായി ബന്ധപ്പെട്ട്, തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് FCI ഗോഡൌണിൽ നിന്ന് സ്റ്റോക്ക് റേഷൻ കടകളിൽ എത്തിയില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായ ഒരു വിഹിതം നമുക്ക് റേഷൻ കടകളിൽ എത്തിക്കാതെ വന്നതും പൊതുവിപണിയെ കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വന്നതും ഈ പ്രശ്നത്തിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ വരൾച്ചയും കയറി വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി കടന്നു വന്നപ്പോഴാണ് ഇപ്പോൾ ഈ വലിയ ഒരു വിലക്കയറ്റത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരു അനിയന്ത്രിതമായ വിലക്കയറ്റം തന്നെയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് UDF വളരെ ശക്തമായി തന്നെ ഈ വിഷയം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കേണ്ടതായിട്ടും വന്നത്. ശ്രീ അനൂപ് ജേക്കബ്, ഇക്കാര്യത്തിൽ ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അത് വിപണിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആ വകുപ്പിനുണ്ട്. ആ വകുപ്പ് എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു ടെസ്റ്റ് റിസൾട്ടാണ് ഈ വിലക്കയറ്റം. അതിനെ ആ വിധത്തിൽ തന്നെ കാണണ്ടേ? തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ അതാണ് പറഞ്ഞത്, ഇവിടെ ജൂൺ മാസം മുതൽ വില വർദ്ധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഗവൺമെൻറ് മുൻകൂട്ടി കാണാൻ കഴിയണം. അതിന് സാധിച്ചില്ല. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ വലിയൊരു പരാജയം ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. ഇപ്പം മാത്രമല്ല, ഇപ്പം വില കൂടി ഇപ്പോൾ പെട്ടെന്നൊരു വർധന ഇപ്പോൾ ഉണ്ടായതാണെങ്കിൽ ഇത് ജൂൺ മാസം മുതൽ വർധന വരുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഇത് കണ്ടിട്ടില്ല എന്നത് വസ്തുത തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ അരിക്കട ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. അരിക്കട തുടങ്ങുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് അതിനെ സംബന്ധിച്ചുള്ള പത്രവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇപ്പോഴാണ് വന്ന് ശരി സമ്മതിച്ചു. പക്ഷെ വന്നതിന് ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പം 3 അരിക്കടകൾ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തുടങ്ങുന്നു. അതുകൊണ്ടൊന്നും ഈ വിഷയം പരിഹരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ഈ അരിക്കടയിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ OMSS റൈസാണ് അരിക്കടയിൽ 25 രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത്, FCI റൈസ്. ആ അരി എടുത്ത് 25 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അതിന് ഉപഭോക്താക്കൾ വളരെ കുറവായിരിക്കും. ഇതിലേക്ക് ആരും ഈ അരിയെ പോയി ആശ്രയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ അത് ഒരു ശാസ്ത്രീയമായ നിലയിലല്ല അതിലേക്ക് കടക്കുന്നത്. മാത്രമല്ല, അതിലേക്ക് ജില്ലാസ്ഥാനങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞാൽ വിജയകരമാവുന്ന നിലയിൽ പോകില്ല. അരിക്കട അതിൻ്റെ എഫക്റ്റീവായ നിലയിൽ തുടങ്ങി അതിൻ്റെ അരിയുടെ വില നിയന്ത്രിക്കണമെന്ന് ഗവൺമെൻറ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ താലൂക്ക് തലങ്ങളിലും അത് പഞ്ചായത്ത് തലങ്ങളിലേക്കും അത് എത്തിക്കാൻ സാധിക്കണം. ഇപ്പോൾ 30-ൽ പരം പഞ്ചായത്തുകൾ മാത്രമാണ് ഈ റേഷൻ കട മാവേലി സ്റ്റോർ ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ആ നെറ്റ്വർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ, അതിനാവശ്യമായ വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആവശ്യമായ തുക സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുത്തുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് അടിയന്തരമായി നീങ്ങണം. നിയമസഭയിൽ ഞങ്ങൾ ഇന്ന് അതാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ ഒരു കാരണം കണ്ടെത്തുകയാണ്. വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യഭദ്രതാ നിയമം എന്ന് പറഞ്ഞൊരു വടി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്, അതിൽ കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷ്യഭദ്രതാ നിയമവുമായിട്ട് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് യാതൊരു ബന്ധവുമില്ലെന്ന് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഓരോ കാരണങ്ങൾ കണ്ടെത്തി പോവുകയാണ്. കാരണങ്ങൾ കണ്ടെത്തുക എന്നതല്ല പ്രധാനം. ഈ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ജനം ആഗ്രഹിക്കുന്നതും ജനം പ്രതീക്ഷിക്കുന്നതും. ഞാൻ മടങ്ങിയെത്താം. ശ്രീ വർഗീസ്, ആന്ധ്രയിൽ നിന്ന് അരി എത്തുന്നതിനുള്ള തടസ്സം എന്താണ്? വരൾച്ച ഒരു കാരണമായി പറയുന്നു. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൃഷിയെയാണ് വരൾച്ച സ്വാഭാവികമായും ബാധിക്കേണ്ടത്. നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദിപ്പിച്ച അരി, നെല്ല് പ്രോസസ്സ് ചെയ്ത് വിപണിയിലേക്ക് വരുന്നതാണ് നമുക്ക് ലഭിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആന്ധ്രയിൽ നിന്ന് അരി എത്താത്തത് തന്നെയാണോ പ്രശ്നം? അതോ ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവരാൻ വ്യാപാരികളും മടിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വ്യാപാരികൾ ആന്ധ്രയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടുവരാൻ തയ്യാറാണ്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷമായിട്ട് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഗ്രൗട്ടാണ്, വെള്ളമില്ല. 50% വെള്ളമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് 1,00,000 കോടി ചാക്ക് വരുന്നിടത്ത് അതിന് പകുതിയിൽ താഴെയാണ് ഇപ്പോൾ അവിടെ ഉൽപ്പാദനമുള്ളത്. വളരെ ചുരുങ്ങിയ 40-50% വരെ വിളവ് അവരെ കണക്കൂട്ടില്ല. അത് ചെറുക്കില്ല. അതായത് ഇപ്പോൾ ജയരി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 3 മാസം മുപ്പാട് 30 രൂപ ഉണ്ടായിരുന്ന സാധനമാണ് ജയാണ് ഇപ്പോൾ 45 രൂപയ്ക്കും 46 രൂപയ്ക്കും ഞങ്ങൾ വാങ്ങിയത്. അത് ഞങ്ങൾ 50 രൂപ അല്ലെങ്കിൽ 75 രൂപയോ ചിലവൊക്കെ കൂട്ടി ഞങ്ങൾ വിൽക്കണോ. ഇപ്പം 46 രൂപയ്ക്ക് ഇപ്പോൾ തൃശ്ശൂർ ഞങ്ങൾ വിൽക്കുന്നുണ്ട്. മേടിച്ച വിലയ്ക്ക് വിൽക്കണം, ലാഭമൊന്നുമില്ല. കാരണം ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഏപ്രിലായ കൊയ്ത്തായി ഈ ജയയുടെ. അപ്പോൾ ഏപ്രിൽ ആവാൻ ഇനി 2 മാസം ഉണ്ട് ഏതാണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ജയ വീണ്ടും വില കുറഞ്ഞ് 30 എത്തും. അതൊരു വിഷയം.
മൊത്തത്തിൽ ഇപ്പൊ ജയനെല്ലുള്ളത് വൻകിട മില്ലുകാർ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. 2 3 4 മില്ലുകാർ. ഇപ്പൊ അവരുടെ കൺട്രോളിലാണ് ജയയുടെ വില. ഇന്ന് നമ്മൾ കച്ചവടക്കാരൻ വിളിച്ച് ചോദിക്കുന്നത് നമുക്കൊരു 2 ലോഡ് നെല്ല് അരി വേണമെന്ന് പറഞ്ഞാൽ അവർ വില പറയായി 45 രൂപ. അപ്പൊ നമ്മൾ മേടിച്ചു. അത് കഴിഞ്ഞ് അത് വിൽക്കുമ്പോഴേക്കും 46 അങ്ങനെ കയറ്റി കൊണ്ടുവന്നതാ. 30 നിന്ന് 35, 36, 38 അങ്ങനെ വേറെ ഒരിടത്തു നിന്നും കിട്ടാനില്ല. ഇപ്പൊ ലളിത റൈസ് മിൽ എന്ന് പറയുന്ന വൻകിട മില്ലുകളുണ്ട്. ആ മില്ലുകൾ കനത്ത സ്റ്റോക്ക് അവരിലുണ്ടെങ്കിൽ അവർ പറയുന്ന വിലയ്ക്ക് അവരാണ് കുത്തക. അവർ പറയുന്ന അനുസരിച്ച് വേണം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ ജയ അരി സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പോണത് കൊല്ലം ജില്ലയിൽ നിന്ന്, മറ്റ് തെക്കൻ ഭാഗത്തുനിന്ന്. തൃശ്ശൂരൊക്കെ അധികം ചെറുമണിന് ജയിൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ സഹായിച്ചത് കുറച്ചെങ്കിലും ബംഗാളും ഒറീസയാണ്. അവിടെ നിന്നൊക്കെ കുറെ ചെറുക്കുകളൊക്കെ വന്ന് ആ അരികളൊക്കെ ഇപ്പോൾ ഒരു 30 രൂപയ്ക്ക് നമുക്ക് കിൻഡലിന് കിട്ടുന്ന രീതിയിലായിട്ടുണ്ട്. നമ്മൾ മുഖ്യമായും സ്വകാര്യ വ്യാപാരികൾ, മൊത്ത വ്യാപാരികളാണെങ്കിലും ചില്ലറ വ്യാപാരികളാണെങ്കിലും പ്രധാനമായും ആന്ധ്രയെ മാത്രമാണോ ആശ്രയിക്കുന്നത്? ആന്ധ്രയിൽ നിന്ന് അരി കിട്ടാതെ വരുന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ലഭ്യമാകുന്ന സംസ്ഥാനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന പതിവില്ലേ? അതായത് ആന്ധ്രയിൽ നിന്ന് കിട്ടാണ്ടായപ്പോഴാണ് നമ്മൾ ഉടനെ തമിഴ്നാട് നോക്കി. തമിഴ്നാടും വരൾച്ചിനി അവിടുന്ന് കുറവായി പാടി. അപ്പൊ നമ്മൾ എന്തായി ബംഗാള്, ഒറീസ ഒക്കെ കൊണ്ടുവന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഒരു 29-30 രൂപയ്ക്ക് ഇപ്പോൾ ചെറുമണി ഒരു മീഡിയം ക്വാളിറ്റി ഇപ്പൊ കിട്ടും. തമിഴ്നാട് ചെറുമണി ഒരു 31 രൂപ 32 രൂപ ഹോൾസെയിൽ വിലയുണ്ട്. അതൊരു 2 രൂപ കൂട്ടി അവൻ ചില്ലറക്കാരൻ വിൽക്കും റീറ്റെയിലിൽ. അങ്ങനെ ഇനി പതിവ്. അല്ലെങ്കിൽ 3 രൂപ കൂടുതലുണ്ടാവും മാർക്കറ്റിൽ. ഇപ്പൊ 46 രൂപയ്ക്ക് ഞങ്ങൾ ജയ വിൽക്കുമ്പോൾ റീറ്റെയിൽ വ്യാപാരികൾ അത് 49 വിൽക്കും, അല്ലെങ്കിൽ 50 രൂപ വരെ വിൽക്കാം. അത് ശരിയാണ്. പക്ഷേ ജയാന്ന് പറഞ്ഞ സാധനം ഇല്ല. നെല്ല് വേണ്ടേ? ഉള്ള നെല്ല് വളരെ വൻകിട ആളുകൾക്ക് മാത്രമല്ലോ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും മാർക്കറ്റ് നിർജീവമാണ്. വാങ്ങാൻ ആളില്ലരി. വാങ്ങാൻ ആളില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ റേഷൻ ഒരുവിധം കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം ഇപ്പൊ വന്നിട്ടുണ്ട്. മാർക്കറ്റിലേക്ക് മേടിക്കുന്ന ആളുകൾ വരവ് കുറഞ്ഞു. ജയയുടെ അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ വർഗീസ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. റേഷൻ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് ഒരു കാരണമായി പറയുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് സീസണിലൊക്കെ റേഷൻ കടകളിലേക്ക് വേണ്ടത്ര ഭക്ഷ്യധാന്യം എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ റേഷൻ കടകളിലേക്ക് കൂടുതൽ ഭക്ഷ്യധാന്യം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ പ്രതിഫലനം മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വില താഴേക്ക് വരില്ലേ? കുറയും. ഈ മാസം ഒരു 15 ദിവസം 20 ദിവസം കഴിഞ്ഞാൽ ചെറുമണി വില കുറയും. അതായത് ആന്ധ്രയിൽ ക്രോപ്പ് തുടങ്ങി. ഇപ്പൊ അരി ഇല്ലാന്ന് പറഞ്ഞിടത്തേക്ക് 35 രൂപ 34,000 രൂപയ്ക്കൊക്കെ ഞങ്ങൾ വാങ്ങി തുടങ്ങി. അപ്പൊ അത് 35 രൂപ ഞങ്ങൾ വിൽക്കും. ബംഗാൾ അരി ചെറുമണി വന്നിട്ട് 29 രൂപ 30 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ 30 രൂപ 30 രൂപയ്ക്കൊക്കെ ഞങ്ങൾ വിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അതിനൊക്കെ സ്വല്പം ആശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. അത് ഇനിയും കുറയും. പക്ഷേ പൊതുവെ ഷോർട്ടാണ്. ക്രോപ്പ് പരാജയമാണ്. മഴയില്ല, വെള്ളമില്ല. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ അവിടുത്തെ കൃഷിക്കാരൻ അനുഭവിക്കുന്നു. അതിന്റെ പരിണിത ഫലമാണ് കേരളത്തിൽ. കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായി കൃഷിയില്ല. പച്ചക്കറി ആയാലും എന്താ പയറുവർഗ്ഗങ്ങളായാലും ഒക്കെ തന്നെ അതർ സ്റ്റേറ്റുകളെ നമ്മൾ ആശ്രയിക്കണം. അവിടെ പ്രൊഡക്ടിവിറ്റി ഇല്ല എങ്കിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തൃശ്ശൂരിൽ ഒക്കെ തന്നെ വളരെയധികം ക്ഷാമം ഉണ്ടാവും. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ബി രാധാകൃഷ്ണൻ ഇവിടെ മടങ്ങിയെത്താം വർഗീസ് താങ്കളിലേക്ക്. ശ്രീ ബി രാധാകൃഷ്ണൻ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി 2 ലക്ഷം ടൺ പൊതുവിതരണ സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരേണ്ട വിഹിതം അത് ലഭ്യമാകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. നിയമം പാസാക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങളായി കാണാം. ആവശ്യം മനുഷ്യരുടേതാണ്. അത് പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ടോ? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു, ഭക്ഷ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പക്ഷേ കേരളത്തിൻ്റെ ആവശ്യം വേണ്ട രീതിയിൽ ചെവിക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തൊരു സാഹചര്യം അതുണ്ടോ? രാജീവ്, ഇവിടെ ഇന്നത്തെ ഈ സാഹചര്യം തികച്ചും അപ്രതീക്ഷിതം എന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ 100% തെറ്റാണ്. ഇടതുപക്ഷത്തിന്റെ എന്നുള്ളതല്ല, ഇത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയല്ലേ. ഇപ്പോൾ UDFന്റെ ഗവൺമെന്റ് 3 വർഷം ഭരിച്ചപ്പോഴും അതിനുശേഷം 1 വർഷം ആകാറായ ഈ ഗവൺമെന്റ് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ തുടർ പ്രക്രിയയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം സാധിച്ച കാര്യം നമുക്ക് സാധ്യമാവുന്നില്ല എങ്കിൽ
ഇവിടെ എന്താണ് തകരാറ് എന്ന് സ്വയം വിലയിരുത്താനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഈ അരിയില്ലാത്തപ്പോൾ നമ്മൾ ആ അരിയില്ലായ്മയെ ന്യായീകരിക്കുക. പക്ഷേ ഈ അരി കിട്ടാതെ വന്നതിന് ഇടയായ ഇപ്പോൾ റേഷൻ ഷാപ്പുകളിൽ നിലവിലുണ്ടായിരുന്ന സിസ്റ്റം, ആ സിസ്റ്റം അഴിമതിയുടെ ഒരു കുത്തൊഴുക്കായിരുന്നു കേരളത്തിൽ. കാരണം ഈ റേഷൻ വിതരണ ശൃംഖല തന്നെ അനർഹരായിട്ടുള്ള ലിസ്റ്റ് ഒരുപാട് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിലൂടെ വിതരണം ചെയ്യുന്ന ആ ധാന്യങ്ങളുടെ വിഹിതം അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരു സമാന്തര മാഫിയയെ നിയന്ത്രിക്കുന്ന സംഘമായി ഇവിടുത്തെ സിവിൽ സപ്ലൈസ് വകുപ്പോ അതുമായി ബന്ധപ്പെട്ടവരോ മാറുന്ന കാഴ്ചയല്ലേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ നിലയിലുള്ള ഒരു സിസ്റ്റത്തെ എങ്ങനെ ഒരു രാജ്യത്ത് ഇത്രയേറെ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അപ്പൊ അതിനൊരു പൊടിച്ചെഴുത്ത് ഇന്ത്യ മഹാരാജ്യത്തുടനീളം ഉണ്ടാകുമ്പോൾ ആ സിസ്റ്റത്തെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സും അതിനുള്ള സംവിധാനവും രൂപപ്പെടുത്താനുള്ള ബാധ്യതയിൽ നിന്ന് ഒരു ഗവൺമെന്റിനും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ശ്രീ രാധാകൃഷ്ണൻ, ഈ പറയുന്നതൊക്കെ വസ്തുതയായിരിക്കാം. കരിഞ്ചന്തയുണ്ട്, റേഷൻ കടകളിലേക്ക് പോകുന്ന അരി പൂർണ്ണമായും അർഹരുടെ കൈകളിലേക്കല്ല എത്തുന്നത്, ഇതിലൊക്കെ വസ്തുതയുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം ശക്തമായി നിലകൊണ്ടത് മുൻകാലങ്ങളിലൊക്കെ പൊതുവിപണിയിലെ വിലയെ നിയന്ത്രിക്കുന്നതിന് സഹായകമായിരുന്നു. ആ നിലയ്ക്ക് ശക്തമായൊരു റേഷൻ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. കേരളം മാത്രമല്ല, തമിഴ്നാടും ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് ആനുപാതികമായി സംസ്ഥാനത്ത് നിയമം ഉണ്ടാക്കുന്നതിൽ മടിച്ചു നിന്നിരുന്നു. കാരണം അർഹരായ ആളുകൾ ആരൊക്കെ എന്ന തീരുമാനത്തിൽ സംസ്ഥാനത്തിന് ഒരു പങ്കു വേണം എന്നൊരാവശ്യം അവർ ഉന്നയിച്ചിരുന്നു. കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അർഹരെയും അനർഹരെയും നിശ്ചയിച്ചാൽ നിരവധി ആളുകൾ, ഏറെക്കുറെ 18 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ അർഹരുടെ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നൊരു സാഹചര്യമുണ്ടാകും. അത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് തടസ്സമാകും എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട്. നമ്മൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെന്റ് ഒരു മേഖല ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു നടപടി കൊണ്ട് മാത്രമല്ല കേരളത്തിൽ ഇപ്പോഴത്തെ ഈ അരിയുടെ പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളത് ഇപ്പൊ ഇവിടെ ചർച്ചയിൽ നിന്ന് തന്നെ വ്യക്തമായല്ലോ. ഇപ്പൊ റേഷൻ കടകളിൽ ഇപ്പോൾ അരി ലഭിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. അപ്പൊ റേഷൻ അത് മാത്രമല്ല പ്രശ്നം. ഇപ്പൊ കാലാവസ്ഥയടക്കം ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങളെ ആർക്കാ മനസ്സിലാക്കാൻ കഴിയുക? ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഉപഗ്രഹങ്ങളടക്കം എല്ലാ സംവിധാനങ്ങളോടും കൂടി വരാൻ പോകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജോലിയാണോ? അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സംവിധാനത്തെ ജനോപകാരപ്രദമായി ആവിഷ്കരിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഗവൺമെന്റിനാണ്. ഇപ്പോൾ ഈ മേഖല എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പരിധിയിൽപ്പെട്ട കാര്യമാണ്. കേന്ദ്രത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ മരുന്നിന്റെ വില എത്രമാത്രം കുറച്ചിരിക്കുന്നു. ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ എന്തെല്ലാം നടപടി എടുത്തിരിക്കുന്നു. ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ വില തന്നെ എടുത്താൽ ഇപ്പോഴത്തെ ചെറുപയറിന് വില കുറഞ്ഞിരിക്കുകയാണ്, കടലയ്ക്ക് വില കുറഞ്ഞിരിക്കുകയാണ്, പരിപ്പിന് വില കുറഞ്ഞിരിക്കുകയാണ്, സവോളയ്ക്ക് വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഒരുപാട് വസ്തുക്കൾക്ക് ഇപ്പോൾ അടുത്ത 1 മാസത്തെയോ 2 മാസത്തെയോ വില പരിശോധിച്ചാൽ 8-10 രൂപ വീതം കുറയുകയാണ് ചെയ്തത്, അല്ല കൂടുതൽ. അപ്പോൾ ദേശീയ തലത്തിൽ ആ കാർഷിക മേഖലയിലുണ്ടായ ഉണർവോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ആ നിലയ്ക്ക് ജനോപകാരപ്രദമായി തന്നെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണത്. ഇതൊക്കെ ഉണ്ട്. താങ്കൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഒരു വരൾച്ചയുടെ സാഹചര്യമുണ്ട്. കേരളത്തെ വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ. വരൾച്ചയുടെ സാഹചര്യം നിലനിൽക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നൊരു അവസ്ഥയാണ്. അത്തരമൊരു അവസ്ഥ നിലനിൽക്കുന്നു. കേരളത്തിൽ പൊതുവിതരണ ശൃംഖലയിലൂടെ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കണം. അതിന് പാകത്തിന് 2 ലക്ഷം ടൺ അരി കൂടി അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുന്നു സംസ്ഥാന സർക്കാർ. അത് പൊതുവിപണിയിലെ വില നിയന്ത്രിച്ച് നിർത്തുന്നതിന് അനിവാര്യമാണ് എന്നൊരു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനല്ലേ? പ്രത്യേകിച്ച് താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച ഈ വരൾച്ചയുടെ സാഹചര്യം, അതുമൂലം ജനങ്ങൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി അറിയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് മാത്രമല്ലല്ലോ, അത് കേന്ദ്ര സർക്കാരിനുമുള്ളതല്ലേ? കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ മുൻകൂട്ടി അറിയുകയും യഥാസമയം സംസ്ഥാന സർക്കാരുകളെ അടക്കം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ആരും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതേസമയം ഇതിപ്പോ കേന്ദ്രം ഇപ്പോഴത്തെ അഭ്യർത്ഥന പരിഗണിക്കുകയില്ല എന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷേ
ഈ സംസ്ഥാനം ഇത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം മാത്രം ഇപ്പൊ വരൾച്ച എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു വലിയ ആനുകൂല്യം നമുക്ക് ലഭിച്ചാൽ ആ വരൾച്ചയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? സ്ഥിരമായി വരൾച്ച പരിഹരിക്കാൻ വേണ്ടി മഴക്കുഴി ഉണ്ടാക്കുന്നതിന് പകരം ആ വരൾച്ചയ്ക്ക് കിട്ടുന്ന പണം ഉപയോഗിച്ച് താൽക്കാലികമായി വെള്ളം വിതരണം ചെയ്ത് കണക്കുണ്ടാക്കിയിട്ട് പണം കണക്കിലെഴുതിയെടുത്തതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ കാര്യങ്ങൾ വിനിയോഗിക്കുമ്പോൾ ആസൂത്രണം അതിന് പ്രധാനപ്പെട്ട ഘടകമാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് സ്ഥിരമായി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ വിനിയോഗിക്കാൻ കഴിയേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അപ്പൊ അക്കാര്യത്തിൽ കാലങ്ങളായി കേരളം അനാസ്ഥ പുലർത്തുകയോ അതല്ലെങ്കിൽ നമുക്ക് കഴിയാതിരിക്കുകയോ ചെയ്യുന്ന യാഥാർത്ഥ്യം അതുകൂടി തിരിച്ചറിയാൻ ഇത്തരം അവസരങ്ങൾ നമുക്ക് ഇട നൽകണം എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. റൈറ്റ്. ബി രാധാകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ രാജു എബ്രഹാം, ഇവിടെ കേന്ദ്ര സർക്കാർ APL വിഭാഗങ്ങൾക്ക് നൽകേണ്ട സബ്സിഡിയോടുകൂടിയുള്ള അരി വിഹിതം കുറച്ചത് ഒരു തർക്ക വിഷയമായി ഉന്നയിക്കുന്നുണ്ട്. അത് പൊതുവിതരണ ശൃംഖലയെ വലിയ തോതിൽ ബാധിച്ചതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ 2 ലക്ഷം മെട്രിക് ടൺ അരിയുടെ കുറവാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ അനൂപ് ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ജൂൺ മുതൽ വിലക്കയറ്റത്തിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്നൊരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ കുത്തനെയുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നതും. ഇതിനിടയിൽ റേഷൻ അരി റേഷൻ കടകളിലേക്ക് എത്തിക്കാൻ നേരിട്ടെത്തിക്കാനുള്ളൊരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ 2 മാസമെടുത്തു. പൊതുവിതരണ ശൃംഖലയിലേക്ക് കൂടുതൽ അരി എത്തുന്നതിന് ഈ 2 മാസമുണ്ടായ കാലവിളംബം അത് വിലക്കയറ്റം ഉണ്ടാക്കാൻ പാകത്തിലേക്കുള്ളൊരു സാഹചര്യം അത് സൃഷ്ടിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അത് മാത്രമല്ല, ഞാനതിന് മറുപടി പറയാം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കുന്നതിലെ കാലതാമസമാണ്. ഇത് 2013 കേന്ദ്ര ഗവൺമെൻറ് ശ്രീ KV തോമസ് നിയമം അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തെ ബാധിക്കും ആയിരക്കണക്കിന് ഭേദഗതികൾ കേരളത്തിലെ MP കൊടുത്തു. പക്ഷെ നിയമം പാസ്സാക്കി. ആ KV തോമസ് നേതൃത്വം നൽകി പാസ്സാക്കിയ നിയമം 3 വർഷം കേരള സംസ്ഥാനത്തെ കഴിഞ്ഞ UDF സർക്കാർ നടപ്പാക്കിയില്ല. അത് മാറ്റിവെച്ചു. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ കേന്ദ്രത്തിൽ നിന്ന് അടിയാണ് വരുന്നത്. ഞങ്ങൾ താണുകയാണ് അപേക്ഷിച്ചു. മന്ത്രി തന്നെ നേരിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നതേ ഉള്ളൂ, അല്പ സാവകാശം തരണം. പക്ഷെ ആ സാവകാശം തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പക്ഷെ എന്നിട്ട് പോലും കഴിഞ്ഞ UDF സർക്കാർ ചെയ്യേണ്ട, അവർ റേഷൻ കാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. പക്ഷേ അത് തരംതിരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസ് പ്രകാരം മാറ്റിയില്ല. വലിയ നഷ്ടമാണ്. 10-18 ലക്ഷം കുടുംബങ്ങൾ APL ആയി മാറുകയാണ്, വഴിയാധാരമായി മാറുകയാണ് പാവപ്പെട്ട ആളുകൾ. പക്ഷെ എങ്കിൽ പോലും അവർക്കുള്ള സബ്സിഡി സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് നൽകും എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വലിയൊരു ബാധ്യത 1 വർഷം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാവും. ഞങ്ങൾ വരുത്തി വെച്ച ബാധ്യതയല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത്, ശ്രീ വർഗീസ് ചൂണ്ടി കറക്റ്റാണ്, സത്യമാണ് പറഞ്ഞത്. 1.5 വർഷമായിട്ട് ആന്ധ്രയിൽ കടുത്ത വരൾച്ചയാണ്. അപ്പോൾ അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും കർണാടകത്തിൽ നിന്നും മറ്റും അരി വാങ്ങിച്ചിട്ട്, ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങിച്ചിട്ട്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് കാലം വലിയ കുഴപ്പമില്ലാതെ പോയി. അവിടെയാണ് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള അരിവരവ് 2 ലക്ഷം മെട്രിക് ടൺ അരിയുടെ ഷോർട്ടേജ് വന്നു. അതോടൊപ്പം തന്നെ 1-2 ആഴ്ചക്കാലം തൊഴിൽ സമരങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് പരിഹാരം കാണാൻ വേണ്ടി ഈ ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഒരു തീരുമാനമെടുത്തു. അരിക്കട ഞാനൊന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ 9 തവണ ഈ വില കയറ്റത്തിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. അരിവില 40-45 രൂപ കടന്ന സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ ഇത് അവതരിപ്പിച്ചത്. ഞാൻ ഉൾപ്പെടെ ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ അരിക്കടകൾ തുടങ്ങും. 5 വർഷം ഒരൊറ്റ അരിക്കട തുടങ്ങിയില്ല. ഞങ്ങൾ കഴിഞ്ഞ VS-ന്റെ സമയത്ത് ഇതുപോലെ വില വർധന വന്നു. 24 രൂപ അരിക്ക് വില വന്നപ്പോൾ അന്ന് 16 രൂപയ്ക്ക് അരിക്കടകൾ തുടങ്ങി. കൺസ്യൂമർ ഫെഡ് സഹകരണ സംഘങ്ങൾ കേരളത്തിലുടനീളം ആയിരക്കണക്കിന് സഹകരണ സംഘങ്ങൾ അരി കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഇതേപോലെ തന്നെയുള്ള നടപടിയാണ്. ഇപ്പോൾ ആ വിലയ്ക്ക് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും. ശ്രീ രാജു എബ്രഹാം, ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ, അതിനു മുൻപത്തെ സർക്കാർ എടുത്ത നടപടികൾ, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കാണുക എന്നത് ഭക്ഷ്യവകുപ്പിൻ്റെ, സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ, അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഉത്തരവാദിത്തമല്ലേ? ജൂൺ മുതൽ വില കയറി തുടങ്ങുന്നു എന്ന് വന്നാൽ ആന്ധ്രയിൽ വരൾച്ചയാണ്, അവിടെ നിന്ന് അരി
കൂടുതലായി എത്താനുള്ള സാഹചര്യമില്ല എന്ന റിപ്പോർട്ടുകൾ വന്നാൽ അടിയന്തരമായി ഇടപെടേണ്ട ഒരു വകുപ്പ് അത് നിഷ്ക്രിയമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള അരി ഞങ്ങൾ പ്രതീക്ഷിച്ചു. കേന്ദ്രത്തിൽ നിന്ന് അരി കിട്ടുമ്പോഴാണ് നമ്മുടെ റേഷൻ കടകളിൽ നമ്മൾ അരി നൽകുന്നത്. റേഷൻ കടകളിൽ പൊതു വിതരണ സമ്പ്രദായത്തിൽ അരി എത്തിച്ചെങ്കിൽ മാത്രമേ എവിടുന്ന് ഏത് സ്റ്റേറ്റിൽ നിന്ന് അരി വന്നാലും നമുക്ക് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടക്കൂ. അത് പരാജയപ്പെട്ടു. അപ്പോൾ അത് ഞങ്ങൾ അപ്രതീക്ഷിതമാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും കേന്ദ്രത്തിൽ പോയി അഭ്യർത്ഥിച്ചപ്പോൾ കേന്ദ്രം അത് മാനിക്കും, ഒരു ഫെഡറൽ സംവിധാനമല്ലേ, മാനിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷയുടെ കണക്ക് തെറ്റിച്ചുകൊണ്ടാണ് കേന്ദ്രം ഒരു ആനുകൂല്യം തരാതിരുന്നത്. അതൊരു കാരണം, പല കാരണങ്ങളിൽ. പക്ഷേ ഇവിടെ ഗവൺമെൻറ് സന്ദർഭോചിതമായി തന്നെ ഇടപെട്ടു. ഒരു തൊഴിൽ സമരം, ഒരു സ്വതന്ത്ര യൂണിയനാണ്, ട്രേഡ് യൂണിയനുമായി ബന്ധമില്ല. അവർ അപ്രതീക്ഷിതമായ ഒരു സമരം നടത്തുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഗവൺമെൻറ് ഇടപെട്ടു. കുറച്ച് ചർച്ചകൾ നേരിടേണ്ടി വന്നു, നേതാക്കന്മാരില്ല. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു കരിനിയമം നടപ്പിലാക്കി അവരെ മുഴുവൻ തുറുങ്കിലടച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചില്ല എന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം. പക്ഷേ ഇടപെട്ടു, പ്രശ്നം പരിഹരിച്ചു. പക്ഷെ അതുകൊണ്ട് നിൽക്കുന്നില്ല. കാരണം ആന്ധ്ര ഇപ്പോൾ ആഫ്രിക്കയിലോട്ട് അരി കയറ്റുകയാണ്, മറ്റ് സ്റ്റേറ്റുകളിലോട്ട് അരി കയറ്റുകയാണ്, ഉള്ള അരി കൂടിയ വിലയ്ക്ക്. അപ്പം ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞങ്ങൾ ബംഗാളിൽ നിന്ന് അരി എടുക്കാൻ തീരുമാനിച്ചു. പ്രതിസന്ധിയെ ഞങ്ങൾ തരണം ചെയ്യും. ഞങ്ങൾ മുമ്പും ബംഗാളിൽ നിന്ന് അരി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആസാം, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിൽ വില കുറച്ച് അരി കിട്ടും. വേണമെങ്കിൽ അവിടേക്ക് ഞങ്ങൾ പോകും. ഞങ്ങൾ വന്നിട്ടുള്ള പ്രതിസന്ധി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പ്രതിസന്ധി ഉണ്ട്. പക്ഷേ അതിനെ സംസ്ഥാന ഗവൺമെൻറ് സ്വന്തം ഖജനാവിൽ, വലിയ പണമൊന്നുമില്ല, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഈ വില സബ്സിഡി റേറ്റിൽ കൊടുക്കും. 1-2 ദിവസങ്ങൾക്കുള്ളിൽ നടപടി ആരംഭിച്ചിരിക്കും. വില താഴ്ത്തിക്കൊണ്ടുവരും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. റൈറ്റ് രാജു. ശ്രീ അനൂപ് ജേക്കബ്, താങ്കൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഈ വകുപ്പിന് പൊതുവിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില ഏത് വിധത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിരീക്ഷിക്കാൻ ഒരു സംവിധാനമുണ്ടോ? അങ്ങനെ നിരീക്ഷിക്കാൻ സംവിധാനമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കുന്ന ഒരു രീതിയുണ്ടോ? ഇത് ചോദിക്കാനുള്ളൊരു കാരണം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ വിലവർധനയെക്കുറിച്ചുള്ള പരാതികളുണ്ടായിരുന്നു, അതിന് മുൻപത്തെ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. ഇത്തരം വാർത്തകൾ വരികയും ആളുകൾ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം ഇടപെടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തെറ്റാണ്. അത് ഞാൻ അതിലേക്ക് വരാം. ഒരു കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ഭക്ഷ്യഭദ്രതാ നിയമം 3 വർഷം UDF ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിന് അർത്ഥമില്ല. UDF ഗവൺമെൻറ് നിയമം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കുക എന്ന തീരുമാനമായിരുന്നു ഞങ്ങൾ എടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുൻഗണനക്കാരെ കണ്ടെത്തുക. മുൻഗണനക്കാരെ കണ്ടെത്തി അവർക്ക് കാർഡുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമം നടപ്പിലാക്കിയാൽ മതി എന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തി. ഞങ്ങളത് കേന്ദ്രത്തെ അറിയിച്ചു. ഗവൺമെൻറ്, സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഓരോ നടപടികൾ ഞങ്ങൾ കേന്ദ്രത്തെ അതാത് സമയങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അലോട്ട്മെൻറ്റിൽ കുറവ് വരുത്താതെ ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോയി. അലോട്ട്മെൻറ്റ് 14,400,000 ലക്ഷമായി വർദ്ധിപ്പിച്ചത് UDF ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2 ലക്ഷം അഡീഷണൽ അലോട്ട്മെൻറ്റ് ആ സന്ദർഭങ്ങളിൽ കിട്ടണമെന്നൊരു ധാരണ ഞങ്ങൾ കൊണ്ടുവരികയും അത് UPA ഗവൺമെൻറ്റിൽ നിന്നും ഇപ്പോഴത്തെ NDA ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങളുടെ ഭരണ കാലയളവിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട രാജു അബ്രയോട് സൂചിപ്പിച്ച പോലെ 18 ലക്ഷം പേര് അല്ലെങ്കിൽ BPL നിന്ന് പുറത്തു പോകുന്നു, 15 ലക്ഷത്തോളം പരാതികൾ അർഹരായ BPLകാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു, മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞു വന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അടുത്ത വിഷയം കേരളത്തിൽ ഉയരാൻ പോകുന്ന അവിടെയാണ്. ഇവിടെ അർഹതപ്പെട്ട ഒട്ടനവധി പേര് മുൻഗണനയിൽ നിന്ന് പുറത്തുപോയി. അതിനകത്ത് UDF ഗവൺമെൻറ് കൊണ്ടുവന്ന റാങ്കിങ് സംവിധാനത്തിലെ ഘടന തന്നെ ഇവർ മാറ്റി. പുതിയ സർക്കാർ ഞങ്ങൾ താലൂക്ക് തലത്തിൽ റാങ്കിങ് നടത്താൻ തീരുമാനിച്ചു. ഇവരത് സ്റ്റേറ്റ് റാങ്കിങ് ആക്കി. സംസ്ഥാന റാങ്കിങ് ആക്കിയപ്പോഴാണ് ഇപ്പോൾ ഏകദേശം 15 ലക്ഷത്തോളം പരാതികൾ കേരളത്തിൽ വന്നത്. 5 ലക്ഷത്തോളം പേർക്ക് ഇതുവരെ പരാതി കൊടുക്കാനുള്ള അവസരം വന്നിട്ടില്ലെന്നാണ് ഞാൻ അനൗദ്യോഗികമായിട്ട് അറിഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രഹസനമാക്കി ഇവർ കൊണ്ടുപോയി. സോഷ്യൽ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് നടത്തിയിരുന്നുവെങ്കിൽ ഇതിൻ്റെ അകത്ത് അർഹരായവർ പുറത്തു പോവുകയില്ലായിരുന്നു. അപ്പം ഈ അർഹരായവർ പുറത്തു പോയതിൻ്റെ ഉത്തരവാദിത്വം UDFലേക്ക് കെട്ടിവെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണെങ്കിൽ അത് തികച്ചും അപലപനീയമാണ്. ഇപ്പം അത് ഞാൻ പറഞ്ഞു വന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഇവിടെ ഞങ്ങളുടെ ഗവൺമെൻറ് സമയത്ത് ഇതുപോലുള്ള വിലക്കയറ്റത്തെക്കുറിച്ച് അടിയന്തര പ്രമേയമൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഒരു നേർച്ചയ്ക്ക് വേണ്ടിയുള്ള അടിയന്തര പ്രമേയങ്ങളായിരുന്നു കൂടുതലും. ഇന്നുണ്ടായതുപോലുള്ള ഒരു രൂക്ഷമായ ഒരു വിലക്കയറ്റം UDF ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ വർഗീസ് പറഞ്ഞതിലേക്ക് തന്നെ വരാം. അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ റേഷൻ കടയിലെ അരി വന്നു തുടങ്ങി, അതുകൊണ്ട്
പൊതുവിപണിയിലേക്ക് ജനം വരുന്നില്ല എന്നത്. ഞങ്ങളുടെ കാലത്ത് 5 വർഷവും റേഷൻ കടയിലൂടെ സുഭിക്ഷമായി ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് വില നിയന്ത്രിച്ച് നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇപ്പോൾ റേഷൻ കടയിൽ അരി വന്നു, അപ്പോഴത്തെ ആൾക്കാർ തിരിച്ച് റേഷൻ കടയിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ നവംബർ ഡിസംബർ മാസത്തിൽ റേഷൻ കടകളിൽ നിന്ന് പൂർണ്ണമായും ജനം അകന്നു പോയതാണ് പൊതുവിപണിയിൽ ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റത്തിന് അടിസ്ഥാന കാരണങ്ങൾ. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഭക്ഷ്യഭദ്രതാ നിയമം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി അതിനൊരു വടിയായി പിടിച്ചുകൊണ്ട് ഇപ്പം എല്ലാം അതിൽ കയറി പിടിച്ചിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഇവിടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിന് ഈ ഭക്ഷ്യ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇവർക്കത് ഇതിൻ്റെ നോക്കാനും ഇതിൻ്റെ മോണിറ്റർ ചെയ്ത് എല്ലാ ദിവസവും ഇതിനെ സംബന്ധിച്ചുള്ള വിലവിവര പട്ടികകൾ ഇത് എല്ലാ 3 കേന്ദ്രങ്ങളിൽ നിന്നായി എടുത്ത്, കൊല്ലം വിപണിയിൽ നിന്ന്, കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ വിപണികളിൽ നിന്ന് എടുത്ത് ഇവർ ഇത് പരിശോധിക്കുന്ന സംവിധാനമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇത് വർധനവ് ഉണ്ടാവുന്നു എന്ന് നേരത്തെ അറിയാൻ കഴിയും. അല്ലെങ്കിൽ ചെറിയ ചെറിയ വർധനവ് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നു, ചില ഇനങ്ങൾക്കുണ്ടാവുന്നു അറിയാൻ കഴിയും. ഒപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെൻറ് കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഇതിനായിട്ടുള്ള സംവിധാനം ഒരുക്കി വിവിധ ലീഗൽ മെട്രോളജി അടക്കമുള്ള വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇപ്പോൾ ഈ സർക്കാർ നടത്തുന്നുണ്ട്. അതിനെ പുനഃസംഘടിപ്പിച്ചൊക്കെ വരുന്നു എന്ന നിലയിൽ മന്ത്രിയും ഇന്ന് നിയമസഭയിൽ പറഞ്ഞു, പത്രവാർത്തകളും കണ്ടു. എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഇവിടെ നിലവിലുമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നു, അതിന് മുമ്പിലത്തെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിർജീവമായി പോയി എന്നുള്ളതും വേണം മനസ്സിലാക്കാൻ, അനുമാനിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വീണ്ടും വരട്ടെ. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങനെയെങ്കിൽ ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതിന് ചുമതലപ്പെട്ട ആളുകളുമുണ്ട്. ഇവരെ പ്രയോജനപ്പെടുത്താൻ പാകത്തിലുള്ള ഒരു ഭരണ നേതൃത്വമില്ല എന്നതല്ലേ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ കാതലായ കാരണം? ഞാൻ പറയട്ടെ, ഗവൺമെൻറ് എടുക്കുന്ന ഇനിഷ്യേറ്റീവ്സിനൊന്നും മോശമായി കാണാനോ അങ്ങനെയൊന്നും പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. പക്ഷെ അവരെടുക്കുന്ന സമീപനങ്ങൾ, അവരുടെ ഇനിഷ്യേറ്റീവ്സ് ഒന്നും എഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ്. അവർ വില നിയന്ത്രിക്കാനായിട്ട് ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾ ഒന്നും തന്നെ വിജയം കാണുന്നില്ല. ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു, അരിക്കടയിലൂടെ വിതരണം ചെയ്യുന്നത് OMSS റൈസാണ്, FCI റൈസാണ്. അതിന് ഉപഭോക്താക്കൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ആരെങ്കിലും പോയി പരിശോധിച്ചോ ഈ FCI റൈസ് എത്ര ടൺ വിതരണം ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ അരിക്കടകളിലൂടെ ഉണ്ടാവുന്നുള്ളത്? ഒരു 5% താഴെ പോലും അത് വിതരണം ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോൾ അരിക്കടകൾ എന്ന് പറഞ്ഞ് FCI റൈസ് കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഈ അരിക്കട എഫക്റ്റീവ് ആവാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് അരിക്കടകൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് വ്യാപകമായി തുടങ്ങേണ്ടി വന്നില്ല. കാരണം ഇതുപോലെ വിലക്കയറ്റം വന്നിരുന്നില്ല. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ അവർ നടത്തുന്നതിന് ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മുമ്പോട്ട് പോകുന്നത് അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്നില്ല. കാരണം വിലക്കയറ്റത്തിൻ്റെ രൂക്ഷത ജനം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. റൈറ്റ്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ വർഗീസ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു റേഷൻ കടകളിലേക്ക് ഇപ്പോൾ അരി എത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം താങ്കൾ സൂചിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ റേഷൻ കടകളിലേക്ക് അനുവദിക്കപ്പെട്ട വിഹിതം തന്നെ എത്താതിരുന്നൊരു സാഹചര്യം, അത് ഈ വിലക്കയറ്റത്തിന് എത്രത്തോളം പ്രേരണയായിട്ടുണ്ട്? റേഷൻ കടകളിലെ അരി എത്താത്ത സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യും, പൊതുമാർക്കറ്റ്. അത് സ്വാഭാവികമാണ്. കാരണം കൂടുതൽ ജനവിഭാഗങ്ങൾ പൊതുമാർക്കറ്റിനെ ആശ്രയിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്. രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് ഇന്ന് കിട്ടാതെ മേടിക്കുക, നമ്മുടെ സ്റ്റേറ്റിനെ വരൾച്ച സ്റ്റേറ്റ് പ്രഖ്യാപിക്കാൻ പറയുക. അത് തന്നെയല്ല, ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എക്സ്പോർട്ട് നിരോധിക്കണം. അരിയിൽ ആന്ധ്രയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അരി കയറ്റി അയക്കുന്നു. വിളവണിച്ച 50% കുറവെന്ന് എല്ലാവരും പറയുന്നു. അവിടുത്തെ എല്ലാ മില്ലോണേഴ്സും പറയുന്നു, അവിടുത്തെ കർഷകർ പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ കേരള ആയാലും പഞ്ചാബ് ആയാലും ഏത് രാജ്യത്തായാലും ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും ഒത്തു നിൽക്കണം. ഇവിടെ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇവിടെ അവർ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. അതല്ല, നമുക്കത് നോക്കണ്ട. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണം വേണം, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കണം. അതിന് എന്ത് സംവിധാനം വേണം? അതിന് BJP ആയാലും UDF ആയാലും LDF ആയാലും യോജിച്ച് പോരാടണം. അത് അവിടെ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. വ്യാപാരിക്ക് രാഷ്ട്രീയമില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ആരും മുഖത്തേക്ക് കാര്യം പറയും. ഉദ്യോഗസ്ഥന്മാരെ ഇടപെടൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് തന്നെയല്ലേ മുപ്പാട് ഭരിക്കുമ്പോഴും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ ശിക്ഷിക്കാനും അതിന് മാതൃക കാട്ടണം ഗവൺമെന്റ്, അതാത് ഗവൺമെന്റ്. വർഗീസ്, ഒരു കാര്യം പക്ഷേ
ശ്രീ വർഗീസ്, ഇവിടെ സംസ്ഥാന സർക്കാർ വേറൊന്നുകൂടി ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ പൂഴ്ത്തിവെപ്പുണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ. അത്തരം പൂഴ്ത്തിവെപ്പ് തടയാൻ ശ്രമം നടക്കുന്നു എന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. അത്തരം പൂഴ്ത്തിവെപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ടോ? അതും ഈ വിലവർദ്ധനവിനൊരു കാരണമായിട്ടുണ്ടോ? കേരളത്തിൽ പൂഴ്ത്തിവെപ്പ് വെക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ റേഷൻ സമ്പ്രദായത്തിലാണ് കുറേശ്ശെ ഈ പൂഴ്ത്തിവെപ്പ് നടന്നിരുന്നത്. അത് ശക്തമായി പിടിക്കണം. അതിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. വ്യാപാരി റേഷൻ കച്ചവടക്കാരിൽ നിന്ന് അംഗീകരിക്കുന്നില്ലേ ബ്ലാക്ക് അടിക്കുന്നു പറയുന്നു. കരിഞ്ചന്തക്കാരിൽ നിന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ബില്ലിട്ട് ആന്ധ്രയിൽ നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ കിട്ടാവുന്നത്തുനിന്ന് വാങ്ങുന്നു. ആ സാധനങ്ങൾ ഞങ്ങൾ വിൽക്കണു ഞങ്ങളുടെ മിനിമം ലാഭിട്ടിട്ട്. അല്ലാണ്ട് ഞങ്ങൾ ഒരു തെറ്റായ രീതിയിൽ ഒരു സാധനം വാങ്ങി വെക്കണില്ലേ. ശ്രീ വർഗീസ്, ഒരു കാര്യം കൂടി, ഈ അംഗീകരിക്കുന്നു. അരിവില വർദ്ധിക്കുന്നതിന് നമ്മുടെ ഡീസൽ വില ഉയർന്നു നിൽക്കുന്നത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സംഭാവന ചെയ്യുന്നുണ്ട് ഈ വിലവർദ്ധനയുടെ ഒരു കോമ്പണന്റ് എന്ന നിലയിൽ? അതിന്റെ ലോറി ഫ്രൈറ്റ് കണ്ടമാനം വില കൂടിയുണ്ട്. ലോറി ഫ്രൈറ്റ് ഇനത്തിൽ പല ഭാഗത്തുനിന്നും ഒരു കിൻഡലിന് 50 രൂപ വരെ 100 വരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു വർധന തന്നെയാണ്. അത് പ്രധാന കാരണമുണ്ട്. ഡീസൽ വില കൂട്ടിയത് നമുക്ക് ബാധിച്ചിട്ടുണ്ട്. അരിക്കുന്നല്ല, എല്ലാ സാധനങ്ങൾക്കും ബാധിച്ചിട്ടുണ്ട്. ഇപ്പം പയറായാലും കടലായാലും പരിപ്പായാലും നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് വരണമല്ലോ. അപ്പൊ അതിനൊക്കെ കിൻഡലിന് 50 രൂപ 100 രൂപ കൂടാനുള്ള സാഹചര്യങ്ങൾ ആ വകയിലുണ്ടായിട്ടുണ്ട്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇവിടെ അരിവില, അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിച്ചു നിൽക്കുന്നതിൽ ഇന്ധന വില ഉയർന്നു നിൽക്കുന്നത് ഒരു കാരണമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞപ്പോൾ കസ്റ്റംസ് തീരുവ ഉയർത്തി നിർത്തിക്കൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് കൂടുതൽ പണം സമാഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഉയരാൻ അനുവദിച്ചു നൽകിയത് ഈ വിലക്കയറ്റത്തിനൊരു വലിയ കാരണമാണ്. അത് BJPക്ക് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. രാജീവ്, ഇവിടെ ഇപ്പോഴത്തെ ഈ പ്രതിഭാസത്തെ ഇന്ധനവിലയുമായി താരതമ്യം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഇന്ധനവില അത് ശരിയാണ് രാജു പറഞ്ഞത്. ഇന്ധനവില എല്ലാ വസ്തുവിന്റെയും വിലവർദ്ധനവിനെ ബാധിക്കുന്ന ഘടകം തന്നെയാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനനുസരിച്ച് ഇന്ധനവില വർദ്ധിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതനുസരിച്ച് നികുതി പിരിവ് ആ കാര്യങ്ങൾ സംസ്ഥാനത്തിനും കൂടുന്നുണ്ട്. അതിന്റെ ഗുണം സംസ്ഥാനത്തെ ജനങ്ങൾക്കും കിട്ടുന്നുണ്ടാവും. ഏതായാലും ഈ സാധനങ്ങളുടെ വിലയെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപയറിന് ഇപ്പോ മാർക്കറ്റിൽ 70 രൂപ, ഇവിടെ വ്യാപാരിയുടെ പ്രതിനിധി ഉണ്ടല്ലോ, 70-78 രൂപയുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് 110 രൂപയുണ്ടായിരുന്നു. അപ്പൊ ഈ 110 രൂപയുള്ള ചെറുപയർ അല്ലെങ്കിൽ 125 രൂപ ഉണ്ടായിരുന്ന കടലയ്ക്ക് 80-75 രൂപയായത്. അപ്പോ ഇത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതല്ലോ, ഇന്ധനം ഉപയോഗിച്ച് തന്നെ വാഹനത്തിൽ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പൊ ആ ഇന്ധനം ഉപയോഗിച്ച് വാഹനത്തിൽ കൊണ്ടുവരുന്ന അന്യദേശത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരിപ്പിനും സവോളയ്ക്കും ചെറുപയറിനും കടലയ്ക്കും അതേപോലെ കിഴങ്ങിനും ഒക്കെ വില വർദ്ധിക്കുന്നില്ല, കുറയുകയാണ് ചെയ്തതെങ്കിൽ, ഇപ്പോൾ അരിക്ക് വർദ്ധിച്ചുവെങ്കിൽ അതിനെ കേന്ദ്ര ഗവൺമെന്റുമായിട്ടോ ഇന്ധന വിലയുമായിട്ടോ ഒന്ന് കൂട്ടിക്കുഴച്ചിട്ട് ഒരു കുഴപ്പത്തിൽ ആരെയും ചാരേണ്ട ആവശ്യമില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അരിയുടെ കാര്യത്തിൽ മാത്രമല്ല വിലവർദ്ധന ഉണ്ടായിരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അരിയുടെ കാര്യത്തിൽ മാത്രമല്ല പച്ചക്കറിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞ വിവരങ്ങൾ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ താങ്കൾ ആദ്യം ഞങ്ങളുടെ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ശ്രദ്ധിച്ചു കാണും. വെണ്ടയ്ക്ക്, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക്, തക്കാളിക്ക് ഒക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതിനൊക്കെ വില കൂടുന്നതിന് ഇന്ധനവില ഒരു ഘടകമാണ്. അല്ല, പച്ചക്കറിയുടെ ഇന്നത്തെ കാരണം വരൾച്ചയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പച്ചക്കറിക്ക് വില വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം അതിപ്പോ ഇന്ധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ധന വിലയുടെ ഇതനുസരിച്ചിട്ടുള്ള വർധനയാണ് ഉണ്ടായതെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധനങ്ങൾക്കും ഇവിടെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് വില വർധന. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു വലിയ വ്യത്യാസം ഇന്ധനവിലയെ ആസ്പദമാക്കി മാത്രം ഉണ്ടായിട്ടില്ല. ഇന്ധനവിലയെ മാത്രം അടിസ്ഥാനമാക്കി അങ്ങനെ ഒരു വിലവർധന ഉണ്ടായി എന്നതല്ല സൂചിപ്പിച്ചത്. അതൊരു ഘടകമാണ് ഈ വിലവർധനയിൽ എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു വരൾച്ചയുടെ സാഹചര്യം മുന്നിൽ നിൽക്കുന്നു. അവശ്യ വസ്തുക്കളുടെ വില ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ കസ്റ്റംസ് തീരുവ കുറച്ച്, ഇന്ധനവില കുറച്ച്, അങ്ങനെയെങ്കിലും ഉൽപ്പന്നങ്ങളുടെ വില കുറയട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തേണ്ടതല്ലേ? ഇന്ധനവില കുറച്ചാൽ ഈ പറയുന്ന സാധനങ്ങളുടെ മുഴുവൻ വില കുറയും എന്നത് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതേസമയം ഈ വില കുറച്ച് സാധനം കിട്ടാൻ, ഇവിടുത്തെ സാധനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവണം. ആ നടപടിക്ക് ആവശ്യമുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാക്കണം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ആ നിലയിൽ
തീർച്ചയായിട്ടും ഇപ്പോൾ അരിയുടെ കാര്യത്തിൽ അതല്ലെങ്കിൽ വരൾച്ചയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായ സമീപനം അത് തീർച്ചയായിട്ടും കേരളത്തോടും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കേരളത്തോട് പ്രത്യേകിച്ച് വൈരാഗ്യബുദ്ധിയോടെ ഒന്നും പെരുമാറുന്ന സംസ്ഥാനമല്ല, കേന്ദ്രഭരണമല്ല ഇന്നുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ട അത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ റേഷൻ സംവിധാനത്തിനൊഴികെ മറ്റ് സാമ്പത്തിക വികസന കാര്യങ്ങളിൽ മറ്റ് പരിപാടികളിലും ഒക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ റേഷനെ സംബന്ധിച്ച് ഒരു സിസ്റ്റമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ സിസ്റ്റം ശരിയാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന്. കാരണം അത് UDF, LDF അല്ലെങ്കിൽ BJP എന്നുള്ളതല്ല. ആ ഭരണ സംവിധാനത്തിന്റെ തുടർച്ച കേരളത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളത് എന്തായാലും പരിഹരിക്കേണ്ട കാര്യം തന്നെയാണ്. റൈറ്റ് രാധാകൃഷ്ണൻ മേനോൻ. ഞാൻ അവസാനമായി രാജു എബ്രഹാം, ഇവിടെ അനൂപ് ജേക്കബ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, സർക്കാർ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ആത്മാർത്ഥതയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് അനൂപ് ജേക്കബ് പറയുകയുണ്ടായി. ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ചിലത് ആസൂത്രണം ചെയ്യുന്നു, പക്ഷെ പ്രായോഗിക തലത്തിൽ ഇത് നടക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ അത് ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് നേതൃത്വം നൽകുന്നവരുടെ ഒക്കെ പരാജയമായി തന്നെ കാണേണ്ടി വരില്ലേ? ഇത് നടത്തിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ? ഇല്ല, ഗവൺമെൻറ് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഇടപെടുന്നു. അതുകൊണ്ടാണല്ലോ 1000 ടൺ അരി നാളെയോ മറ്റന്നാളുമായി കേരളത്തിലെത്തുകയാണ് ആദ്യഘട്ടം. അതിൻ്റെ തുടർച്ചയായി ഓരോ ദിവസവും ഈ 1000-2000 ടണ്ണ് അരി കേരളത്തിലേക്ക് വരികയാണ്. അപ്പം ബംഗാളിൽ നിന്നുള്ള അരി കുറച്ച് സമയം കൂടി എടുക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ പ്രതിസന്ധിയെ നേരിടാൻ ഖജനാവ് തുറന്നു വച്ചിരിക്കുകയാണ്. അതിനകത്ത് എത്ര പണം വേണമെങ്കിലും നൽകും എന്ന് ധനകാര്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത്തരൊരു പ്രതിസന്ധി നേരത്തെ വന്നില്ല, ഇപ്പോഴാണ് വന്നത്. അതോടൊപ്പമാണ് കൺസ്യൂമർ ഫെഡ് 100 കോടി രൂപയാണ് ഇക്കാര്യത്തിൽ കൺസ്യൂമർ ഫെഡ് ശേഖരിച്ചിരിക്കുന്നത്. ആദ്യ ആവശ്യം വില കുറയുന്നില്ലയോ, തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അത് അരിക്കടകൾ കേരളത്തിൽ ആയിരക്കണക്കിന് തുടങ്ങിയ അനുഭവം LDF ഗവൺമെൻറ്റിനുണ്ട്. ആ അനുഭവം വെച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അരിയുടെ കാര്യത്തിൽ അതാണ് സർക്കാരിന്റെ വിശദീകരണം. സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അത് ഫലവത്താകുമോ എന്നതാണ് പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. അതവിടെ നിൽക്കട്ടെ. മറ്റുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, ഇപ്പോൾ പച്ചക്കറിയുടെ കാര്യത്തിലൊക്കെ സമാനമായൊരു സാഹചര്യം കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. അവിടെയൊക്കെ വേണ്ടിവരും ഇത്തരത്തിലുള്ള ഇടപെടൽ. അതിനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ തുടങ്ങിയിട്ടുണ്ടോ എന്നതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ കേരളത്തിലെ പച്ചക്കറി ഉൽപ്പാദനം ഇപ്പോൾ ഗ്രീൻ ഹൗസസിൽ ഉള്ള സ്ഥലങ്ങളിൽ ഉള്ള പച്ചക്കറി മാത്രമേ ഇപ്പം നമുക്കുള്ളൂ. അപ്പോൾ അത് പ്രൊക്യൂർ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് ഓൾറെഡി നടത്തുന്നുണ്ട്. ഓണത്തിന് വലിയ തോതിൽ അത് വിജയിക്കുകയും ചെയ്തു. മാത്രമല്ല നമ്മുടെ വീടുകളിൽ പച്ചക്കറി ഉൽപ്പാദനം ഗണ്യമായി കൂടി. പക്ഷേ ഈ വരൾച്ചയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം കൊടും വരൾച്ചയാണ്. കേരളത്തെ വരൾച്ച സംസ്ഥാനമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ നവംബറിൽ ഇതിന് റിക്വസ്റ്റ് നിയമസഭ പാസ്സാക്കി റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കേന്ദ്രത്തിൽ കൊടുത്തതാണ്. പക്ഷെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ നമ്മളെ അംഗീകരിച്ചില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കണം, എങ്കിലേ നമുക്ക് അതിനുള്ള കൂടുതൽ ധനസഹായം മറ്റു സ്റ്റേറ്റുകളിൽ നിന്നെങ്കിൽ മാത്രമേ വരൾച്ച ബാധിക്കാത്ത സ്റ്റേറ്റുകളിൽ നിന്ന് നമുക്ക് പച്ചക്കറി കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ ആ നിലയിൽ നമുക്ക് അതിനെ എടുക്കേണ്ടി വരും. ഒപ്പം നമുക്കറിയാം, നമുക്ക് സ്വന്തമായ പച്ചക്കറി കൃഷി അനേക വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെൻറ്റുകളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും. പക്ഷെ ആ നിലയിൽ നമ്മുടെ സ്വന്തം പറമ്പുകളിൽ പച്ചക്കറി തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമെന്നല്ലാതെ അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായി മാറുന്നില്ല എന്ന കാര്യവും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും മാർക്കറ്റിൽ പച്ചക്കറിയുടെ കാര്യത്തിൽ ഇടപെടും. മറ്റ് പൾസസിൻ്റെ കാര്യത്തിൽ കുറേ വില കുറവ്, ചില ഒറ്റപ്പെട്ട സാധനങ്ങൾ കൂടിയിട്ടുണ്ട്, പക്ഷേ പല സാധനങ്ങൾക്കും വില കുറവ് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ നിലയിൽ നമുക്ക് പരിഗണിച്ചു പോകണം. പക്ഷേ ഇന്ന് ഗ്യാസിൻ്റെ വില വലിയ തോതിൽ കൂടിയിരിക്കുകയാണ്. 2ാം വട്ടമാണ് ഗ്യാസിൻ്റെ വില ഇപ്പോൾ ഉയരുന്നത്. 125ഓളം രൂപയാണ് 2 ഘട്ടങ്ങളായിട്ട്. 125 അല്ലാണ്ട് 140ഓളം രൂപ ഇപ്പോൾ ഗ്യാസിൻ്റെ വില ഇക്കൂട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. അങ്ങ് രാജു മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീസലിൻ്റെ വില വർധനവും
ഈ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് സ്റ്റേറ്റിന് മാത്രമായി ഇക്കാര്യത്തിൽ ഒരു വലിയ അട്ടിമറിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാനത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെൻറ് പറഞ്ഞ കാര്യം, ആ വാഗ്ദാനം, വില കുറച്ച് മാർക്കറ്റിൽ ഇടപെട്ട് വില കുറച്ച് കൊടുക്കും, ഞങ്ങൾ വിലക്കയറ്റം പിടിച്ചു നിർത്തും, അത് 100% പാലിച്ചിരിക്കും. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ രാജു എബ്രഹാം. ഒപ്പം അനൂപ് ജേക്കബ്, ശ്രീ വർഗീസ്, രാധാകൃഷ്ണ മേനോൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വിപണിയിൽ ഇടപെടാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുമോ എന്ന് കാത്തിരുന്ന് കാണാം. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി പൊളിമിക്സ് കാണാം.